ചിത്രപ്പണികൾ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതായ 5 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് കുരിശാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യപ്രകാരമാണ് ഒരു ശ്ലീബ അതിൽ തയ്ച്ചു വെച്ചിരിക്കുന്നത്. ഒരു ശ്ലീബയുടെ ചിത്രമായിട്ടുള്ളത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യപ്രകാരമാണ് പിതാക്കന്മാരെ ശ്ലീബ തയ്ക്കുവാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് അവൻ ജനത്തോട് പറഞ്ഞു, ശിഷ്യന്മാരോട് ജനത്തോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അതുവരെ നിങ്ങളൊക്കെ വന്നും പോയി നിൽക്കുന്നത് അപ്പം തിന്നാനും നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുവാനും നിങ്ങൾക്ക് പലവിധമായ കാര്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കാനുമായിരിക്കും. പക്ഷേ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ആ ആകർഷണത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ പിതാവിലേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിത്തോനയിൽ നമ്മൾ നടുക്ക് കാണുന്ന ഒരു ചിത്രമാണ് കുരിശ്. എന്താണ് കുരിശ് വെച്ചിരിക്കുന്നത്? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അങ്ങനെ ആകർഷിക്കപ്പെട്ടതിനാലാണ് എന്റെ കർത്താവെ എനിക്കിന്നിവിടെ വരുവാൻ കഴിഞ്ഞത് എന്ന് കൃതജ്ഞതാപൂർവ്വം പള്ളിയിൽ നിന്നുകൊണ്ട് നാം ദൈവത്തെ സ്മരിക്കണം. അതിനാണ് കുരിശ് വെച്ചിരിക്കുന്നത്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് അരുളിച്ചതിനായ ദൈവം തമ്പുരാന് അവന്റെ കൃപയാൽ നമ്മെ ആകർഷിച്ചതിനാലാണല്ലോ എനിക്കിവിടെ കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് നാം ഹൃദയപൂർവ്വം ദേവാലയത്തിൽ നിന്ന് ധ്യാനിക്കണം. 2 കുഞ്ഞാട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്ന വാക്യമാണ് കുഞ്ഞാടിന്റെ രൂപത്തിൽ അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. സുവിശേഷം 1:29. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു സ്നാപയോഹന്നാന്റെ അരികിലേക്ക് നടന്നു ചെല്ലുന്ന കണ്ടിട്ട് സ്നാപയോഹന്നാൻ കൊടുത്ത സാക്ഷ്യമാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനായ യേശു ആ കുഞ്ഞാടിന്റെ രൂപത്തിൽ നമുക്ക് വേണ്ടി ബലി ആയതുകൊണ്ടാണ് എനിക്ക് പാപമോചനം ഉണ്ടായത് എന്ന് നാം ധ്യാനിക്കുവാൻ ബാധ്യസ്ഥരാണ്. 3 പ്രാവ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിലാണ് കർത്താവായ യേശുമിശിഹായെ അഭിഷേകം ചെയ്യുവാനായി യോർദാൻ നദിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ പ്രാവിനെ കാണുമ്പോൾ നാം ഓർക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ കർത്താവായ യേശുമിശിഹായെ അഭിഷേകം ചെയ്തു. 4 വിശുദ്ധ കാഴ്ചകൾ ഉണ്ടാക്കുവാനുള്ള ഗോതമ്പ് വിളയുന്നതായ ഗോതമ്പിന്റെ കതിരുകൾ ചിത്തോലയിൽ ചിത്രത്തയ്യലാൽ വെച്ചിരിക്കും. 5 മുന്തിരിവള്ളികൾ. പിന്നെ അതിലുള്ള 5-ാമത്തെ ചിത്രമാണ് മുന്തിരിവള്ളി. വേറൊരു ചിത്രവും ചിത്തോലയിൽ വെക്കാൻ പറ്റില്ല. 1 കുരിശ് വയ്ക്കാം. കുരിശ് വെച്ച് കഴിഞ്ഞ് 2ാമത് കുഞ്ഞാടാവാം. 3 പ്രാവ്. 4 ഗോതമ്പ് കതിരുകൾ. 5 മുന്തിരിവള്ളി. മുന്തിരിവള്ളി വെച്ചിരിക്കുന്നതിന് കാരണം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ ശാഖകളുമാകുന്നു. എന്നിൽ ഫലം കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും എന്റെ പിതാവ് വെട്ടി തീയിൽ ഇട്ടുകളയും. എന്നിൽ ഫലം കായ്ക്കുന്നവയോ അധികം കായ്ക്കേണ്ടുന്നതിന് അവൻ ഒഴിവാക്കും. ഈ 5 സാധനങ്ങളാണ് ചിത്തോലയിൽ കാണുന്നത്. വിശുദ്ധ ത്രോണോസാകുന്ന ബലിപീഠത്തിനെ മറിച്ചിരിക്കുന്ന ഫ്രണ്ട് സൈഡ് മറിച്ചിരിക്കുന്ന ചിത്തോലയില് 5 കാര്യങ്ങളാണുള്ളത് വെച്ചിരിക്കുന്നത്. 1 കുരിശ്, 2 കുഞ്ഞാട്, 3 പ്രാവ്, 4 ഗോതമ്പിന്റെ കതിര്, 5 മുന്തിരിവള്ളി. ഈ ചിത്തോലയുടെ വശങ്ങളും ഉപരിതലവും വെള്ളം കൊണ്ടാണ് മറിച്ചിരിക്കുന്നത്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആ വെള്ളം എന്താണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ വെള്ളം എന്തിനെ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മർക്കോസ് 9:3. ഭൂമിയിൽ ഒരു അലക്കുകാരനെ വെളുപ്പിപ്പാൻ കഴിയാത്ത വെള്ളം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി. ഭൂമിയിൽ ഒരു അലക്കുകാരനെ വെളുപ്പിക്കാൻ കഴിയാത്ത വിധം അവന്റെ വസ്ത്രം അത്യന്തം വെണ്മയുള്ളതായിത്തീരുന്നു. മർറൂമ മലയിൽ വെച്ച് മോശയും ഏലിയാവും കർത്താവായ യേശുമിശിഹായോട് സംസാരിച്ചപ്പോൾ അവന്റെ വസ്ത്രത്തിലുണ്ടായ നിറത്തെ പറ്റിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ ഒരു അലക്കുകാരനെ വെളുപ്പിക്കാനാവാത്ത വിധം അവന്റെ വസ്ത്രം അത്യന്തം വെണ്മയുള്ളതായിത്തീരുന്നു. നാം പ്രവാചകന്മാരോടും ദൈവത്തോടും സാമീപ്യമുള്ളവരാണെങ്കിൽ നാം വെണ്മയുള്ളവരായി തീരുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനാണ് ഇതിന്റെ വശങ്ങളും ഇതിന്റെ ഉപരിതലവും വെള്ള വസ്ത്രം കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇനി ഈ ചിത്തോലയുടെ ഒത്ത നടുക്കായിട്ട് വിരിക്കൂട്ടം എന്ന് പറയുന്ന മറ്റ് ഒരു തുണിയാണുള്ളത്. അത് പട്ടനാൽ നിർമ്മിക്കപ്പെട്ടതും അതിന് 3 നിറങ്ങളുള്ളതുമായിരിക്കും. വിരിക്കൂട്ടത്തിന് 3 നിറങ്ങളാണുള്ളത്. ഏറ്റവും അടിയിൽ ചുവപ്പ്, അത് കഴിഞ്ഞ് പച്ച, അതിന് നടുക്ക് വെള്ള. ഈ വിരിക്കൂട്ടത്തിന് 33 സമചതുരമായിട്ട് മുറിക്കത്തക്ക രീതിയിലായിരിക്കണം അത് ഉണ്ടാക്കേണ്ടത് നിർബന്ധമുണ്ട്. കർത്താവിന്റെ വയസ്സിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ 33. ഈ വിരിക്കൂട്ടത്തിന് 3 നിറം. ചുവപ്പ് നിറം കാണാം, അതിന്റെ മധ്യത്ത് പച്ച നിറം കാണാം, അത് കഴിഞ്ഞാൽ ഒത്ത മധ്യത്തില് വെള്ള നിറവും കാണാം. എന്താണ് ചുവപ്പ്? സഹോദരന്മാരുടെയും രക്തസാക്ഷികളുടെയും രക്തത്താൽ സംരക്ഷിതമായ സഹോദരന്മാരെ രക്തസാക്ഷികളെ ഓർമ്മിപ്പിക്കുന്നതാണ്
വിരിക്കൂട്ടത്തിന്റെ ചുവപ്പ് എന്ന് പറയുന്നത്. വിരിക്കൂട്ടത്തിന്റെ ചുവപ്പ് നമുക്ക് നമ്മുടെ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി, ഈ സഭയിലായിരുന്ന കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആദ്യത്തെ രക്തസാക്ഷിയായ സേബാനോസ് മുതൽ ഇന്നലെ ആരെങ്കിലും രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ വരെയുള്ളവരുടെ രക്തത്തിന്റെ നിറമാണ് വിരിക്കൂട്ടത്തിന്റെ ചുവപ്പ്. രണ്ടാമത് അതിന്റെ പച്ച നിറം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഐശ്വര്യദായകമായ ഭൂമിയിലെ സർവ്വ ഐശ്വര്യങ്ങളും അതിന്റെ പച്ച നിറമാകുന്നു. മൂന്നാമത് വെള്ള എന്ന് പറയുന്നത് വിശുദ്ധ മാതാവിനെ കുറിക്കുന്നു. വിശുദ്ധ മാതാവ് മൊത്തമധ്യത്തിലും അതിന്റെ താഴെയായിട്ട് പച്ചയായ ഭൂമിയിലെ മനുഷ്യരായ നാമും അതിന്റെ അടിയിലായിട്ട് ചുവപ്പാകുന്ന സഹദേന്മാരിലെ രക്തസാക്ഷികളും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ത്രോണോസ് മേൽ വെക്കുന്നതായ കാസാവിലാസ വെക്കുന്നതായ ആ വിരിക്കൂട്ടത്തിന്റെ പ്രത്യേകത, നാം ആകുന്ന സഭ, പച്ച നിറമാകുന്ന സഭ വിശുദ്ധ രക്തസാക്ഷികളുടെ രക്തത്താലും പ്രാർത്ഥനകളാലും മാതാവിന്റെ മധ്യസ്ഥതയാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. മാതാവ് മധ്യത്തിലും അടിയിൽ രക്തസാക്ഷികളുടെ പ്രാർത്ഥനകളും ഇതിന്റെ മധ്യത്തിലാണ് സഭ നിൽക്കുന്നത്. ഈ ഓരോ നിറങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നതിന് 3 മഞ്ഞ ബോർഡറുകൾ ഉണ്ടായിരിക്കും. ഈ ഓരോ നിറങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നതിന് 3 മഞ്ഞ ബോർഡർ ഉണ്ട്. ഈ ഓരോ ബോർഡർ 3 ബോർഡറിലെ ഒരു ബോർഡർ ഒരു ഗണം മാലാഖ വൃന്ദത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു സെക്ഷനെ, ഒരു നിറത്തെ സംരക്ഷിക്കുന്ന 3 ഗണം മാലാഖമാർ അവിടെ ഉണ്ട്. ഈ 3 ഗണം മാലാഖമാരില് ഉന്നത പദവിയുള്ള മാലാഖമാര്, അല്ലെങ്കിൽ ഉന്നതന്മാരായ മാലാഖമാർ എന്ന് പറയുന്ന 3 കൂട്ടരാണ്. അത് ക്രോബേന്മാര്, സ്രോപ്പേന്മാര്, മൗത്വേന്മാര്. ഉന്നത പദവിയുള്ള 3 മാലാഖമാര് ഇതിന്റെ ഒരു ഗണം, ഇതിന്റെ ഒരു ബോർഡറിനെ സംരക്ഷിക്കുന്നത് കാണിക്കുന്നതിനാണ് ഈ മഞ്ഞ നിറമുള്ളത്. ഉന്നത പദവിയുള്ള 3 ഗണം ഒരു ഗണത്തില് കോടാനുകോടി മാലാഖമാരുണ്ട്. അതിൽ ഉന്നത പദവിയുള്ളവരാണ് ക്രോബേന്മാര്, സ്രോപ്പേന്മാര്, മൗത്വേന്മാര് എന്ന് പറയുന്ന അത്. മധ്യ പദവിയുള്ള 3 പേരുണ്ട്. അവരുടെ ഒരു നിര കൂടിയുണ്ട്. അത് മോറാവോസേന്മാര്, ഹൈലാവോസേന്മാര്, ശുൽത്തോനേന്മാര് എന്നിങ്ങനെ 3 പേരാണ് അവിടെ ഉള്ളത്. 3 ഗണം: മോറാവോസേന്മാര്, ഹൈലാവോസേന്മാര്, ശുൽത്താവോസേന്മാർ. നമ്മള് ഈ കുർബാന കേൾക്കുന്ന ഉടനെ വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധിക്കാവുന്ന അതിനകത്ത് അച്ഛൻ വിശദമായിട്ട് അവരുടെ പേരുകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. മോറാവോസേന്മാരാണ്, ഹൈലാവോസേന്മാരാണ് സ്തുതിക്കപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി താണ പദവി, ഇതിന്റെ ഏറ്റവും താഴത്തെ പദവിയിലുള്ള സാധാരണ മാലാഖമാരാണ് അർക്കാവോസേന്മാര്, റാബേമാര്, മാലാഖമാര്. ഇങ്ങനെ 9 വൃന്ദ മാലാഖമാര് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധന്മാരായ രക്തസാക്ഷികളുടെ പ്രാർത്ഥനകള്, മാതാവിന്റെ സംരക്ഷണം, മാതാവിന്റെ മധ്യസ്ഥത, ഇതിനിടയിൽ വിശുദ്ധ സഭ പച്ച നിറത്തിൽ നിൽക്കുന്നു. ഈ വിരിക്കൂട്ടത്തിന് അടിയിൽ വയ്ക്കുന്ന ഒരു പലക കഷ്ണമുണ്ട്. അതിനാണ് തബലീത്ത എന്ന് പറയുന്നത്. മരത്തിന്മേൽ തൂങ്ങിയവനായ യേശുവിനെ കാണിക്കുന്നതിന് മരത്തിന്റെ ഒരു കഷ്ണം വെച്ചിട്ട് മാത്രമേ കാസാവിലാസ വയ്ക്കുവാൻ സാധിക്കൂ. ഈ പറഞ്ഞതായ തബലീത്തായുടെ പുറത്ത് ഒരു കാസാവിലാസ വയ്ക്കാതെ ഒരിക്കലും ഒരു കുർബാനയും ഒരു പുരോഹിതനും യാക്കോബായ സഭയിലെ ചൊല്ലുവാൻ സാധിക്കില്ല. ഒരു തബലീത്തയിൽ ഒരു ദിവസം ഒരു കുർബാന മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒരു പള്ളിയിൽ 2 അച്ഛന്മാര് 2 കുർബാന നടത്തുകയാണെങ്കിൽ 2 അച്ഛന്മാര് 2 തബലീത്ത മാറി മാറി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവിടെ വിശുദ്ധ കുർബാന സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ കുരിശിനെ അനുസ്മരിപ്പിക്കുന്ന തബലീത്ത, ആ തബലീത്തായി മൂടിയിരിക്കുന്നത് വിരിക്കൂട്ടമാണ്. വിരിക്കൂട്ടത്തിന്റെ പുറത്ത് കാസാവിലാസ. കാസാവിലാസയില് എന്താണ് നാം കാണുന്നത്? നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളായി മാറുവാൻ വേണ്ടതായ കാഴ്ചയപ്പവും വീഞ്ഞും വെച്ചിരിക്കുന്നു. കാഴ്ചയപ്പത്തിന് 8 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു കുരിശ് നടുമയും ഒരു കുരിശ് ചരിച്ചും 8 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 12 സ്ലീഹന്മാരെ കാണിക്കുന്ന 12 കുരിശുകളുണ്ട്. ഈ കാഴ്ചയപ്പം പുളിപ്പുള്ള അപ്പമാണ് നമ്മുടെ സഭ ഉപയോഗിക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പമാണ് കാഴ്ചയപ്പത്തിന് ഉപയോഗിക്കണമെന്ന് നാം പറയുന്നത്. പെസഹായ്ക്ക് ഉപയോഗിച്ചിരുന്ന പുളിപ്പില്ലാത്ത അപ്പമാണ്. നമ്മുടെ സഭ ഉപയോഗിക്കുന്ന പുളിപ്പുള്ള അപ്പമാണ്. കാരണം ആദ്യത്തെ കുർബാനയ്ക്ക് ഉപയോഗിച്ച അപ്പത്തിന്റെ ഒരംശം അടുത്ത കുർബാനയ്ക്ക് ഉപയോഗിക്കുകയും അതിന്റെ ഒരംശം അതിനടുത്ത കുർബാനയ്ക്ക് ഉപയോഗിക്കുകയും അങ്ങനെ AD 33 ആരംഭിച്ചതായ ഈ വിശുദ്ധ കുർബാന ഇന്ന് വരെയും ഒന്നിന്റെ തുടർച്ചയായി മറ്റൊന്ന് നടന്നു വരുന്നു എന്ന് കാണിക്കുന്ന പൊളിപ്പുള്ള അപ്പമാണ് കാഴ്ചയപ്പത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. കർത്താവായ യേശുമിശിഹ കാൽവറിയിലെ കുരിശിൽ നിവർന്നു കിടന്നപ്പോൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള സകലത്തിനെയും തന്നിലേക്ക് ആകർഷിച്ച് തന്നിലേക്ക് ചേർത്തു. അവൻ കുരിശ് തോളിൽ വഹിച്ചു നടക്കുമ്പോൾ ഈ കുരിശ് ചരിഞ്ഞിരുന്നു എന്ന കാരണം കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മനക്കണ്ണുകളെ ആ ഭാഗത്തേക്കൊന്ന് വിടുക. കർത്താവായ യേശുവിന്റെ തോളിൽ ഒരു കുരിശിരിപ്പുണ്ട്. ആ കുരിശിപ്പോൾ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ ചരിഞ്ഞിരിക്കുന്ന കുരിശ് കൊണ്ട് ബാക്കി 4 ദിക്കുകളെയും അവൻ തന്നിലേക്ക് കൊണ്ടുവന്നു.
അങ്ങനെ ആരെയും അന്തമില്ലാത്തവനായ ഗോളത്തിന്റെ ആകൃതിയിലിരിക്കുന്ന കർത്താവിനെ കാണിക്കുന്ന ഗോളാകൃതിയിലുള്ള കാഴ്ചയപ്പത്തിന് 8 ഭാഗങ്ങളാണ്. ഒന്ന് കർത്താവ് കുരിശിൽ കിടന്നത്, ഒന്ന് കർത്താവ് കുരിശ് വഹിച്ചുകൊണ്ട് നടന്നത്. അഷ്ടദിക്കുകൾക്ക് 8 ദൂതുകൾ കൊടുക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ 8 ദൂതുകളിലുമുള്ള സകല മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുന്നതിനും അവരെ മുഴുവനും ദൈവത്തിന് പ്രിയമുള്ളവരാക്കുന്നതിനും വേണ്ടി കാഴ്ചയപ്പത്തിന്മേൽ 8 കഷ്ണങ്ങൾ, 2 കുരിശുകൾ, ഒന്ന് നേരെ ഒന്ന് ചേച്ചൻ ഉണ്ടായിരിക്കും. അതിൽ 12 സ്ലീബ വെച്ചിരിക്കും 12 ശിഷ്യന്മാരെ കാണുന്നതിന്. പിന്നെ വീലസയിലെ വീഞ്ഞും വെള്ളവും കലർത്തിയ പാനപാത്രമാണ്. അത് മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി എന്നേക്കുമായി ചൊരിയപ്പെട്ട പുതിയ നിയമ രക്തമായിരുന്നു. അങ്ങനെ നാം അവിടെ കണ്ടു കഴിഞ്ഞാൽ ബലിക്കൂട്ടം ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കാസ വിലസായി മൂടി വെച്ചിരിക്കുന്ന ശോശപ്പ എന്ന് പറയുന്ന ഒരു തുണിയുണ്ട്. അതിൽ വെളുത്ത തുണിയായിരിക്കും. നമ്മുടെ ഈ മരിച്ചവർക്ക് ഇടാൻ കൊണ്ടുപോകുന്ന തുണിയുണ്ട്. അതിനെ ശോശപ്പ നാളുകൾ വിളിക്കും. പക്ഷേ അതിനെ വിളിച്ചുകൂടായെന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. കാരണം 33 സമചതുരമായി മുറിക്കാൻ കഴിയാത്ത ഒരു തുണിയും ശോശപ്പ ആയിരിക്കുന്ന എന്ന് നിർബന്ധമുണ്ട്. ഈ ശോശപ്പയിലെ ചിത്രം കണ്ടാല് നമ്മുടെ സഭ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാല് ക്രിസ്മസ് മുതൽ പെസഹ വരെ ശോശപ്പായിലെ ചിത്രം നക്ഷത്രത്തിൻ്റെതായിരിക്കും. ശോശപ്പ ഉയർത്തും, ശോശപ്പ ആഘോഷിക്കും. അതിനെപ്പറ്റി നമ്മളിപ്പോ ഉടനെ ചിന്തിക്കാൻ പോവുകയാണ്. ഈ മൂടി വെച്ചിരിക്കുന്ന കാസാബിലസ മൂടി വെച്ചിരിക്കുന്ന ശോശപ്പ അത് ഉയർത്തപ്പെടുമ്പോൾ അതിൽ 3 തരത്തിലുള്ള ചിത്രങ്ങൾ കാണാം. ക്രിസ്മസ് മുതൽ പെസഹ വരെയുള്ള ദിവസങ്ങളിൽ നാം ഉയർത്തുന്ന പുരോഗതി ഉയർത്തുന്ന ശോശപ്പയിൽ നാം കാണുന്നത് നക്ഷത്രത്തിന്റെ ചിത്രമായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതായിരിക്കും നടക്കുന്നത്? ഇപ്പൊ നമ്മുടെ പള്ളിയിൽ പോയാൽ ഏത് ചിത്രമായിരിക്കും ശോശപ്പയിലുള്ളത്? നക്ഷത്രമായിരിക്കും. ക്രിസ്മസ് മുതൽ പെസഹ വരെ നക്ഷത്രത്തിന്റെ ചിഹ്നവും, അതുപോലെ ദുഃഖ ശനിയാഴ്ച മുതൽ പെന്തക്കോസ്തി വരെ സ്ലീബായുടെ അടയാളമായിരിക്കും ശോശപ്പ ഉയർത്തുമ്പോൾ കാണുന്നത്. ഇപ്പോൾ പുരോഹിതൻ ശോശപ്പ ഉയർത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിറപ്പിക്കും. കാണുമ്പോൾ അതിൽ കാണുന്നത് നക്ഷത്രമായിരിക്കും. എന്നാല് പെസഹ വ്യാഴാഴ്ച കഴിഞ്ഞ് ദുഃഖശനി മുതൽ പെന്തക്കോസ്തി പെരുന്നാൾ വരെയുള്ള എല്ലാ കുർബാനയിലും ശോശപ്പ ഉയർത്തുമ്പോൾ അതിൽ കാണുന്നത് സ്ലീബായുടെ ചിത്രമായിരിക്കും. പെന്തക്കോസ്തി മുതൽ ക്രിസ്മസ് വരെ അതിൽ പ്രാവിന്റെ ചിത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ നക്ഷത്രം, സ്ലീബ, പ്രാവ് എന്നിവ ഉയർത്തപ്പെടുന്നത് കാണുമ്പോൾ നാം സഭയുടെ ഏത് ഘട്ടത്തിലൂടെയാണ്, ഏത് പെരുന്നാളിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശോശപ്പായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ക്രിസ്മസ് മുതൽ പെസഹ വരെ ശോശപ്പയിൽ കാണുന്ന ചിത്രം നക്ഷത്രത്തിന്റേതായിരിക്കും. ദുഃഖ ശനിയാഴ്ച മുതൽ പെന്തക്കോസ്തി വരെ ശോശപ്പയിൽ കാണുന്നതിന്റെ ചിത്രം സ്ലീബ ആയിരിക്കും. പെന്തക്കോസ്തി മുതൽ ക്രിസ്മസ് വരെ പ്രാവിന്റെ ചിത്രവും ശോശപ്പായിൽ ഉണ്ടായിരിക്കും. ഈ പ്രഭാത നമസ്കാരം ആരംഭിക്കുന്നു. പ്രഭാത നമസ്കാരം ആരംഭിക്കുമ്പോൾ തിരശ്ശീല വലിക്കപ്പെട്ടു. ആ 4 പ്രാവശ്യമാണ് വിശുദ്ധ കുർബാനയിൽ തിരശ്ശീല മാറുന്നത്. ഈ തിരശ്ശീല മാറിക്കഴിഞ്ഞാല് ദൈവം മനുഷ്യനുമായി ഏതെല്ലായിരുന്ന കാലഘട്ടമാണ് പ്രഭാത പ്രാർത്ഥനയുടെ 1ാം ഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നത്. അതൊക്കെ വളരെ വേഗം ഞാനങ്ങ് പറഞ്ഞു പോവാൻ. എന്നിട്ട് ഇനി വിശുദ്ധ കുർബാനയിലേക്ക് കടക്കാൻ പോവാണ്. പ്രഭാത നമസ്കാരം ആരംഭിക്കുമ്പോൾ ദൈവം ഏതനിൽ മനുഷ്യനുമായി ചേർന്ന് നിന്നതായ സമയം സന്ധ്യയായപ്പോൾ യഹോവയുടെ ശബ്ദം ഏതിൽ ഉലാക്കുന്നത് ആദമും ഹവ്വയും കേട്ടു. ദൈവം എന്നും അവിടെ ഇറങ്ങി വരുമായിരുന്നു. ഏതിലേക്ക് മനുഷ്യനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഈ ഓർമ്മയുള്ള കാരണം കൊണ്ട് അതിലെ സദറാകളും അതിലെ ഭ്രമികളും അതിലെ പ്രാർത്ഥനകളും ഒക്കെയും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ദൈവത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തും പുത്രനെ പറ്റി കാര്യമായ പരാമർശനം ഇല്ലാതെയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു പുരോഹിതന് ഈ പ്രഭാത പ്രാർത്ഥന പകുതിയാകുമ്പോൾ ഒരുക്കത്തിന് വേണ്ടി പുരോഹിതൻ മദ്ബഹാനിലേക്ക് കടന്നുപോയി കഴിഞ്ഞാല് തിരശ്ശീലയിട്ടു പഴമ വായിച്ച് വെളിയിൽ നിറഞ്ഞവർ ഈശോ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന്റെ സന്ദർഭത്തിലേക്ക് നാം കടന്നു വരുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെളിയിൽ നിറഞ്ഞോർ ഈശോ എന്ന് പറയുമ്പോൾ ഈ ത്രോണോസിന്റെ മധ്യത്തിൽ നിൽക്കുന്നതായ മെഴുകുതിരിയിൽ നിന്ന് വടക്കു ഭാഗത്തെ മെഴുകുതിരിയിലേക്ക് തിരികൊളുത്തണമെന്നാണ് നിയമം. അതായത് ദൈവപ്രകാശമാകുന്ന ദൈവത്തിൽ നിന്ന് ആ ക്രിസ്തു സ്വീകരിച്ച പ്രകാശത്തെ ശിഷ്യന്മാർക്ക് നൽകി. പ്രകാശമാകുന്ന ദൈവത്തിൽ നിന്നും ലഭ്യമായ പ്രകാശമാകുന്ന ക്രിസ്തു, ആ ക്രോണോസിൽ ഇരിക്കുന്നവനായ പുരുഷന്റെ രൂപത്തിൽ ഇരിക്കുന്നവനായ ക്രിസ്തു, ആ ക്രിസ്തുവിൽ നിന്ന് വടക്കേ മെഴുകുതിരി ആദ്യമായിട്ട് കത്തിക്കപ്പെടും. അപ്പോൾ വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്ന് പാടും. വെളിവിൻ തട്ടിൽ എന്ന് പറയുമ്പോൾ തെക്ക് ഭാഗത്തെ മെഴുകുതിരിയും കത്തിക്കപ്പെടും. അങ്ങനെ വെളിവ് നിറഞ്ഞ ഒരു ഈശോ പാടുമ്പോൾ കൊളുത്തുന്നതാണ് 12 തിരികള്. അതിനു മുമ്പ് ക്രോണോസ് ഒരു തിരി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കർത്താവായ യേശു മെസ്സിഹയുടെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന ഒരു തടിക്കുരിശ് ക്രോണോസിൽ ഇല്ലാതെ ഒരു കുർബാനയും ഒരിക്കലും ഒരു പുരോഹിതനും അർപ്പിക്കാൻ സാധിക്കില്ല. തടിക്കുരിശും 12 മെഴുകുതിരിക്കാലുകളും. പിന്നീട്
ഈ പറയുന്നതായ കാസാമിലസായും അതിനോട് ചേർന്ന് നിൽക്കുന്ന വിരിക്കൂട്ട ശോശപ്പ, പിന്നെ പുസ്തകം വെക്കുന്ന തക്സ വെക്കാനുള്ള ആ സ്റ്റാൻഡ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ വിശുദ്ധ ദേവാലയത്തിലെ ത്രോണോസിന്മേൽ ഉണ്ടാകുകയുള്ളൂ. അതിനപ്പുറത്ത് വെക്കുന്നതൊക്കെയും സഭാപിതാക്കന്മാരുടെ അനുമതി പൂർവ്വം, അതായത് മാതാവിന്റെ ശൂരോടോ അല്ലെങ്കിൽ ഇടക്കെട്ട് വെഞ്ചരിക്കൽപ്പള്ളിയുടെ ത്രോണോസ് ഇരിപ്പുണ്ട്. പിതാക്കന്മാർ കഴിക്കുവാനും കെട്ടുവാനും അവകാശമുള്ള പിതാക്കന്മാർ അവകാശം കൊടുത്തതിനനുസരിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. വെളിയിൽ നിറഞ്ഞ ഒരു ഈശോ പാടി നാം മുറ്റുന്നവർക്ക് തുറക്കുമേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ തിരിശീല വലിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വാതിൽ തുറക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് വേണ്ടി വാതിൽ തുറക്കപ്പെട്ട് കഴിയുമ്പോൾ നാം താഴെ നിന്നപ്പോ കണ്ട കർത്തവ്യമായിട്ട് അച്ഛനെയല്ല ഇപ്പോൾ കാണുന്നത്. പൂർണ്ണമായും പുരോഹിതൻ വസ്ത്രം മാറിക്കഴിഞ്ഞു. പുരോഹിതന്റെ വസ്ത്രം പരിപൂർണമായിട്ട് മാറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ കാണുന്നത്. ആ പുരോഹിത വസ്ത്രത്തെ പറ്റി നാം ഇത്രയും അച്ഛന്മാർക്ക് വസ്ത്രത്തിന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പുരോഹിതന്മാരുടെ വസ്ത്രത്തെ പറ്റി നമുക്ക് അല്പമാത്രമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കറുത്ത കുപ്പായം പുരോഹിതൻ ധരിക്കുന്നത് ഞാൻ പാപത്തിന് മരിച്ചു എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. റോമാലേഖനം 6:10. അവൻ മരിച്ചത് പാപ സംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. പാപസംബന്ധമായി ഒരിക്കൽ മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് പുരോഹിതൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടി പാപത്തിന് മരിച്ചവനാണ് എന്ന് അറിയിക്കുന്നതാണ് കറുത്ത കുപ്പായം. അത് കഴിഞ്ഞ് വെളുപ്പ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:3. വെളുത്ത കുപ്പായം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:3. അവന്റെ രൂപം മിന്നൽ നോത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. ഉയർപ്പിന്റെ സന്ദേശമാണ് പുരോഹിതൻ ധരിക്കുന്നതായ വെളുത്ത കുപ്പായം എന്ന് പറയുന്നത്. കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്നതായ ആളുകൾ കണ്ടത് ഹിമം പോലെ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ദൂതന്മാര് കല്ലിന്മേൽ ഇരിക്കുന്നതാണ്. അവരുടെ വസ്ത്രം ഹിമം പോലെ വെളുത്തായിരുന്നു. അതായത് വെളുപ്പ് ഉയർപ്പിന്റെ സന്ദേശത്തെ നമുക്ക് നൽകുന്നു. കാൽക്കുപ്പായം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 42-43 വാക്യങ്ങൾ. അവരുടെ നഗ്നം മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ട ഉണ്ടാക്കണം, അത് അര തുടങ്ങി തുട വരെ എത്തണം. അഹരോനും അവന്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിനടുത്ത് ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. നിർബന്ധമായിട്ടും ധരിച്ചുകൊണ്ട് മാത്രമേ ബലിപീഠത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. കാൽക്കുപ്പായം നിർബന്ധമാണ്. അങ്കി പുറപ്പാട് പുസ്തകം 28:31. ഏഫോദിന്റെ അങ്കി മുഴുവനും നീല നൂൽ കൊണ്ട് ഉണ്ടാക്കണം. അപ്പോൾ യഹോവയുടെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് ഈ അങ്കി. ഇടക്കെട്ട് തൊപ്പി 29:5-6. പുറപ്പാട് 29. പിന്നെ വസ്ത്രം എടുത്ത് അഹരോന് ഉള്ളങ്കിയും ഏതോന്റെ അങ്കിയും ഏതോവും പതക്കവും ധരിപ്പിച്ചു. അവന്റെ അരയ്ക്ക് ഏഫോദിന്റെ നടുക്കെട്ട് കെട്ടണം. അവന്റെ തലയിൽ ഇടക്കെട്ട് വേണം, അവന്റെ തലയിൽ തൊപ്പി വേണം. അവന്റെ തലയിൽ മുടി വെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വെക്കണം. അതാ നമ്മുടെ തിരുമേനിമാര് വെക്കുന്നതാണ് മുടി എന്ന് പറയുന്നത്. മറ്റേ അച്ഛന്മാർക്ക് തൊപ്പി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കാപ്പ, സങ്കീർത്തനം 132:16. പുരോഹിതന്മാർ ധരിക്കുന്ന കാപ്പ. അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും, അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും. പുരോഹിതന്മാരെ ധരിപ്പിക്കുന്ന രക്ഷയാണ് അവർക്ക് നൽകുന്നതായ കാപ്പ. ഇനി സക്കറിയ 3:4-5 നോക്കുക. യോശുവ വിശേഷ വസ്ത്രം ധരിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. സക്കറിയ 3:4-5. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്ന് നീക്കിക്കളവില്ലെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട് ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന്. നമ്മുടെ അകൃത്യങ്ങൾ പോകപ്പെട്ടവരായ ഉത്സവ വസ്ത്രം ധരിക്കപ്പെട്ടവരായ ആളുകളാണ് പുരോഹിതന്മാരായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഇതിനെ എല്ലാം കൂടി പുതിയ നിയമസഭയിലെ ഒറ്റ വാക്യത്തിൽ എടുത്തിട്ടുണ്ട്. പുതിയ നിയമത്തില് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ വസ്ത്രത്തിന്റെ ആവശ്യകത ഒരിടത്ത് വന്നിട്ടുണ്ട്. എഫേസ്യർ 6:11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതാണ് പുരോഹിത വസ്ത്രം നമ്മുടെ പുതിയ നിയമസഭയില്. എഫേസ്യർ 6:11 മുതൽ 17 വരെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുക. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം നാം ധരിക്കണം. നമ്മൾ യുദ്ധത്തിലാണ്. നമുക്കെതിരെ പല യുദ്ധങ്ങൾ പുറപ്പെട്ടിരുന്നുണ്ട്. പല കാവൽ മാലാഖമാർ, നമ്മുടെ കാവൽ മാലാഖമാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധായുധവർഗം ധരിക്കണം. അതെന്തൊക്കെയാന്ന് പറയാം. എന്തൊക്കെയാന്ന് നോക്കി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുഷ്ടദിവസത്തിൽ എതിർപ്പാനും
സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും ചെരുപ്പാക്കണം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണത്തക്കതായി വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടത്. ഇതിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ പുരോഹിതന്മാര് ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. നാം വിശുദ്ധ ദേവാലയത്തിലേക്ക് വരശീല വലിച്ച് നോക്കുമ്പോൾ വെളിയിൽ നിറഞ്ഞ ഒരു ഈശോ പാടിക്കഴിഞ്ഞു, തിരുശീല വലിച്ചു. നാം നോക്കുമ്പോൾ പുരോഹിതൻ കയ്യിൽ ഒരു ധൂപക്കുറ്റിയുമായിട്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുമ്പില് ഒരു ശുശ്രൂഷകൻ ഒരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കർത്താവായ യേശു മിശിഹ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച സംഭവമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ കാണുന്നത്. യേശുവിനെ കാണുന്നതിന് വേണ്ടി രാജാക്കന്മാർ പോയ അവസ്ഥയില് പുരോഹിതൻ ധൂപക്കുറ്റി വീശിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്ന ദ്രോണോസ് മുത്തുന്നു. യേശുവിന്റെ ജന്മത്തെ മുന്നറിയിച്ച യോഹന്നാൻ സ്നാപകനെയും ആ മുന്നറിയിപ്പിനെയും യേശു ജനിച്ചപ്പോൾ ഉണ്ടായ നക്ഷത്രത്തെ കാണിക്കുന്നതിന് ശുശ്രൂഷകർ ഒരു മെഴുകുതിരി കത്തിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നത്. യേശുവിന്റെ അറിയിപ്പിനെ അറിയിച്ചതായ യോഹന്നാൻ സ്നാപകനാണ് ആ ശുശ്രൂഷകൻ കാണുന്നത്. അവന്റെ കയ്യിലിരിക്കുന്ന വിളക്കോ യേശുവിന്റെ ജന്മത്തിങ്കൽ കിഴക്കുതിച്ചതായ നക്ഷത്രമാകുന്നു. ഈ നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് രാജാവ് യേശുവിനെ വണങ്ങുന്നതിന് വേണ്ടി പോകുന്നതാണ് പുരോഹിതനെ നാം കാണുന്നത്. അപ്പോൾ നാം പാടുന്ന ഒരു ഗീതമുണ്ട്, നിന്മാതാവ് വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേ ശുചിയെ നീവയുള്ള മഹിമാവിയനും ദൈവജനത്തെ കന്യകയാം മറിയാമീനും വാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോരാമശില നിജമൃതിയാലിവത മൃതിയെ മരിച്ചു നിഗനിച്ചോനെ അപരിഭാവനതൃക്കൈയാൽ സവിതാവോടൊപ്പം ജീവനും കുരിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ നിന്നെ പ്രസവിച്ച വിശുദ്ധ മാതാവും നിന്നെ സ്നാനം കഴിപ്പിച്ച വിശുദ്ധ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കുന്ന വിശുദ്ധ കുർബാന. രണ്ടാമത് നീ കൃപ ചെയ്യണം. എന്തുകൊണ്ട് കൃപ ചെയ്യണം? അതിനു മുമ്പ് നാം ഒന്ന് ആലോചിക്കാമെങ്കിൽ നമ്മുടെ പ്രഭാത പ്രാർത്ഥനയുടെ ആരംഭത്തിലെ ഗീതത്തിലേക്ക് നാം ഒന്ന് ചെല്ലാമെങ്കിൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ അർഹതയില്ല. കാരണം നാം പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരാണ്, മൃഗങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിന് അർഹതയില്ലാത്തത് കൊണ്ട് നാം നമ്മെ തന്നെ താഴ്മയുള്ളവരായി എളിമയുള്ളവരായി ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ടാണ് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാതാവിനെയും വിശുദ്ധന്മാരെയൊക്കെ കൂട്ടുപിടിക്കുക. പ്രസവിച്ച മൃതമോട് നിന്നെ പ്രസവിച്ച മാതാവിനോട് ചേർന്ന് ഞങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് നിന്നെ ഒന്ന് അതുപോലെ നിന്നാഗമനം സത്യപ്രവാചകരോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ ഇങ്ങനെ 7 പേരെയാണ് നമ്മൾ പിടിക്കുന്നത്. അതിന്റെ വലതുഭാഗം താഴ്ന്ന കള്ളന്, അതുപോലെ ബുദ്ധിമതികളായ 5 കന്യകമാര്, ഇവരോടെല്ലാം ചേർന്ന് നിന്നെ സ്തുതിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ വീണ്ടും നാം പറയുന്നു, നിന്റെ മാതാവിന്റെയും നിന്റെ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാലാണ് ഞങ്ങളോട് കൃപ തോന്നിക്കുന്നത്. വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായ ഒരു കാര്യമാണ്. അവൻ രാജാതി രാജാവാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ നാം കണ്ടതായ ബലഹീനനായ ശിശു അവൻ രാജാതി രാജാവാണ്. അതാണ് നമ്മൾ മുമ്പേ കണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-2 നമ്മൾ കണ്ടു. ഞങ്ങൾ കിഴക്കൊരു നക്ഷത്രം കണ്ടു, ജനിച്ച യെരൂശലേമിന്റെ രാജാവ് എവിടെയെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് രാജാതി രാജാധീശ എന്ന് പറയുന്നത്. അവൻ മൃതിരഹിതനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം
അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിനാൽ അവൻ വൃതിരഹിതനാണ്, ആ പരിപാവനനാണ്, അതിന്റെ കാരുണ്യം നമ്മുടെ മേലുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 5:17 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവന്റെ കൃപയാലാണ് നാം അനുഗ്രഹിക്കപ്പെട്ടവരെന്നത്. അതുപോലെ അവൻ പരിപാവനാണ്. പ്രവൃത്തിയുടെ 2:33 കാണുന്നു, പരിപാവനമായ റൂഹായോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെയും പ്രാർത്ഥനകളാല്, ഇവരുടെയൊക്കെയും അനുഗ്രഹത്താല് നീ ഞങ്ങളോട് കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് അറിയാവുന്നതായതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദൈവത്തിന്റെ ഒരു സഭയുടെ ചിട്ട അനുസരിച്ച് ഒരു വർഷം 14,009 പ്രാവശ്യം ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് 365 ദിവസത്തിനിടയിൽ ലീപ് ഇയർ അല്ല എങ്കിൽ നമ്മുടെ സഭ പറഞ്ഞിരിക്കും 14,009 പ്രാവശ്യം ദേവാലയത്തിന്റെ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. ലീപ് ഇയർ ആണെങ്കിൽ അത് ഒരു ദിവസം കൂടുന്നത് കൊണ്ട് അന്ന് 14,073 പ്രാവശ്യമാണ് ആ വർഷം സഭ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത്, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത്, മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത്. സഭ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആശാഴ്ച ഓശാന മുതല് ദുഃഖ ശനിയാഴ്ച വരെ നമ്മൾ ഇത് പറയത്തില്ല. അന്ന് എന്താ പറയുന്നത് നമുക്കെല്ലാം അറിയാമോ, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല അന്ന് നമ്മൾ വരാത്ത ഈ സമയത്ത് അന്ന് കർത്തൃ പ്രാർത്ഥന അല്ല, അന്ന് നമ്മുടെ മാതാവിന്റെ പ്രാർത്ഥനയും ഇല്ല, ഈ പറയുന്ന ദൈവമേനി വശനാകുന്നില്ല, ആശാഴ്ച. അങ്ങനെ ആ ദിവസങ്ങളെ ക്രമീകരിച്ച് 14,009 പ്രാവശ്യം വർഷം നമ്മൾ ദൈവമേനി വശത്തിനാകുന്നു എന്ന് പറയത്തക്കോണം സഭ ക്രമീകരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാലോ ശേഷം ദൈവത്താൽ പ്രേരിതരായ പ്രവൃത്തി 20:31-32 വാക്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയുന്നു. സ്ലീഹന്മാർ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും പോയി. ഈ ഗീതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണ്? സ്ലീഹന്മാർ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും പോയി ഭൂമിയിലുള്ള എല്ലാ ജാതികളോടും പറഞ്ഞു, ജാതികളോട് സുവിശേഷം അറിയിച്ചു. എന്തായിരുന്നു അവരെ അറിയിച്ച സുവിശേഷം? ഇത് കൈക്കൊള്ളുന്ന നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാൻ ഭാഗ്യം ലഭിച്ചവരായിരിക്കും. അതാണ് നമ്മൾ ആ ഗീതത്തിൽ പാടുന്നത്. ആ സെൻസിനെ നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷം അറിയിച്ച് ലോകം മുഴുവൻ ചെന്നിട്ട് സ്ത്രീയന്മാർ പറഞ്ഞെന്തായിരുന്നു? ഈ സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമഹാരാജ്യം ഭാഗ്യമായി ലഭ്യമാകുന്ന, സ്വർഗരാജ്യം ലഭ്യമാകുന്ന ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ നിങ്ങൾ പെട്ടവരായിരിക്കും. അതാണ് ശിഷ്യന്മാർ ലോകം മുഴുവൻ ചെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവരെല്ലാം പിന്നെ ഇവരുടെ കൂടെ കാര്യം എന്നായിരുന്നു? സ്വർഗരാജ്യം ലഭ്യമാകുന്ന ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നവരാണ് സുവിശേഷം എന്ന് ഈ ഭാഗത്ത് മനസ്സിലാകുന്നു. ഇവിടെ ഒരു ശുശ്രൂഷകൻ വടക്കേ വാതിൽ ഇറങ്ങി വന്നിട്ട്, വടക്ക് ഭാഗത്ത് ഇറങ്ങി നിന്നിട്ട്, പടിയിറങ്ങി നിന്നിട്ട് സുവിശേഷം അറിയിക്കുന്നു. സ്വർഗത്തിൽ നിന്നും മാലാഖമാരെ ഭൂമിയിലേക്ക് ഇറങ്ങി ആട്ടിടയന്മാർക്ക് ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ സുവിശേഷം നൽകി എന്നതിനെ ഓർമ്മിപ്പിക്കുന്നതിനാണ് മദ്ബഹായിലെ ഉയരത്തിൽ നിന്നും താഴെ പടിയിലേക്ക് ശുശ്രൂഷകരെ ഇറങ്ങുന്നത്. കർത്താവിന്റെ ജന്മത്തിങ്കൽ ദൂതന്മാരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി ആട്ടിടയന്മാർക്ക് മെസ്സേജ് നൽകി എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ എന്നിട്ട് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞിട്ട് ഹാബിബായ് എന്ന് പറഞ്ഞാൽ എന്റെ വത്സലരെ. വത്സലരെ എന്ന് പറയുമ്പോൾ സുവിശേഷം കേൾക്കുന്ന എല്ലാവരും വത്സലരാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ അടുത്തത് അത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയിലെ ശേഷം കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഈ വായന കഴിഞ്ഞ് ഹാബിബായ് മാർക്കൂർ കഴിഞ്ഞിട്ട് അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷം അല്ലാതെ സ്വർഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ദൂതൻ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ ദൂതൻ പോലും സഭയാൽ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്നാണ് പൗലോസ് ശ്ലീഹ പാടുന്ന ഈ സമയത്ത് നമ്മുടെ അറിയിപ്പുകളുടെ പുസ്തകത്തിലേക്ക് രണ്ടാം വായനയ്ക്ക് മുമ്പായിട്ട് ഇത് പറയുന്നത്. ഈ സുവിശേഷം അല്ലാതെ ഞങ്ങൾ അറിയിച്ചതല്ലാതെ നിങ്ങളോട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ എന്ന് പറഞ്ഞാലും ആ ഗീത എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാവട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ.
അങ്ങനെ ശപിക്കപ്പെട്ടവനാകുന്ന സുവിശേഷം നമ്മൾ മറ്റുള്ളവരുടെ തെറ്റായ പഠിപ്പിക്കലുകൾ ഒരിക്കലും അംഗീകരിക്കരുത്, അതിനനുസരിച്ച് പോകരുത്. ഞങ്ങൾ അറിയിച്ചതാണ് നിങ്ങൾ പാലിക്കേണ്ടത് എന്ന് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാം സ്തുതി കരയേറ്റുകയാണ്. ആ സ്തുതി കരയേറ്റുമ്പോൾ മദ്ബഹായില് പടിഞ്ഞാറേ അറ്റത്തേക്ക് പ്രസംഗപീഠത്തിലേക്ക് അല്ലെങ്കിൽ ഏവങ്കേലിയോനിലേക്ക്, ഏവങ്കേലിയോൻ എന്ന് പറയുന്നത് വചനമായ ദൈവം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശരീരമായ വചനം. ഏവങ്കേലിയോൻ എന്ന് പറയുന്നത് വചനമായ ദൈവം, എന്നാൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശരീരമായി തീർന്ന വചനമാകുന്നു. ഏവങ്കേലിയോ മേശ എല്ലായ്പ്പോഴും ത്രോണോസിന്റെ വടക്കു ഭാഗത്ത് ത്രോണോസിനോട് ചേർത്തായിരിക്കും വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ദൈവത്തിന്റെ വായാകുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് പുരോഹിതന് രാജവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് രാജാവായിട്ട് അവിടെ കടന്നു വരുന്നു. കർത്താവായ യേശു മിശിഹാണ് അവിടെ വരുന്നത്. കർത്താവായ യേശു മിശിഹ എവങ്കേലിയോൻ വായിക്കാൻ വരുന്നു എന്ന കാരണം കൊണ്ട് വേറെ ആരും എവങ്കേലിയോൻ വായിച്ചു കൂടാ എന്ന് സഭ നിശ്ചയിച്ചിരിക്കുന്നു. ആ യേശു മിശിഹായെ നാം സ്തുതികളോടെയാണ് സ്വീകരിക്കുന്നത്. എങ്ങനെയാണ്? സ്തുതി ബലികളാണ് ചേരിടുവേ വാക്യം വായിച്ചാൽ ഈ ഗീതത്തിനെ നമുക്കിവിടെ ഗദ്യമായിട്ട് കാണാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ നിങ്ങൾ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും നാം നമ്മുടെ ബുദ്ധിയുള്ള ആരാധനയായി നമ്മെ തന്നെ ദൈവത്തിന് സ്തോത്രബലിയായി സ്വയം സമർപ്പിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മെ തന്നെ സ്തോത്രബലിയായി ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ദൈവം നൽകിയതായ നാമം സംസാരിക്കാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട്. ഒരുപാട് പേര് സംസാരിക്കാൻ കഴിയില്ലാത്ത ആളുകളുണ്ട്. അവർക്കൊന്നും ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്കൊരു നാമദൈവം തന്നിരിക്കുന്നത് കൊണ്ട്, ആ നാമം കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിവ് തന്നിരിക്കുന്നത് കൊണ്ട്, ആ നാമം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ അറിവ് തന്നിരിക്കുന്നത് കൊണ്ട്, ആ നാമം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഒരു അവസരം നൽകിയിരിക്കുന്നത് കൊണ്ട്, ആ നാമം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് സ്തുതികളെ കരയറ്റുവാൻ ഒരു നിമിഷം തന്നിരിക്കുന്നത് കൊണ്ട്, ആ നാമം കൊണ്ട് നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാജാതിരാജാവായ കർത്താവ് യേശു മിശിഹ തന്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി വരുന്നു. അപ്പോൾ ശുശ്രൂഷക്കാരൻ പറയും, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും നിന്നുകൊണ്ട് ജീവനുള്ള വചനം നമ്മുടെ മുമ്പാകത്ത് വായിക്കപ്പെടുന്ന വിശുദ്ധ ഏവങ്കേലിയോനിലെ ജീവനുള്ള വചനങ്ങളെ നാം കേൾക്കണം. ആ വായിക്കപ്പെടുന്ന വചനം അത് വെറുതെ അങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ മുമ്പിൽ വായിക്കപ്പെടാൻ പോകുന്ന കർത്താവിന്റെ വിശുദ്ധ ഏവങ്കേലിയോനെ എങ്ങനെ കേൾക്കണം? നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും നിന്നുകൊണ്ട് കേൾക്കണം. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും നിന്നുകൊണ്ട് കേൾക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നാം ഏറ്റവും വിനീതരായി ദാനിയേലിന്റെ 10 എന്ന് പറഞ്ഞതുപോലെ, നീ എന്നെ അറിയുവാൻ നിന്നെ തന്നെ താഴ്ത്തിയപ്പോൾ നീ എനിക്ക് പ്രിയങ്കരനായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞതുപോലെ, നാം വളരെയേറെ വിനയത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ വായിക്കപ്പെടുന്ന ഏവെങ്കിലുവിനെ നാം കേൾക്കണം. ഏവെങ്കിലും വായിക്കുന്നതിന് വേണ്ടി പിതാവ് നമ്മുടെ പുരോഹിതൻ വന്നു കഴിഞ്ഞാലോ അദ്ദേഹം നമുക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സ്ലോമോല കുൽഹുൻ അദ്ദേഹം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യാണ്. ലൂക്കോസ് 24:36 നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഇത് എവിടെ ഉണ്ടായതാണ്? യഹൂദന്മാരെ ഭയന്ന് ശിഷ്യന്മാരെ സെഹ്യോൻ മാളികയിലെ അടച്ചിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ കടന്നു വന്നവനായ യേശു തമ്പുരാൻ അവരോട് പറഞ്ഞാണ് നിങ്ങൾക്ക് സമാധാനം. അതാണ് ഇവിടെ പറയുന്നത്. സ്ലോമോല കുൽഹു നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഇപ്പൊ നമ്മൾ പറയും നമ്മുടെ കർത്താവിനെ അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശു മിശിഹ ഭൂമിയെ വ്യാപിച്ചിരുന്ന സമയത്ത് ഇപ്രകാരമൊക്കെയും സംഭവിച്ചു എന്ന് പുരോഹിതൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഭാഗം, അന്നത്തെ നിശ്ചയിക്കപ്പെട്ട ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു. ഏത് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ വ്യാപാര കാലത്ത്, ഭൂമിയിലെ വ്യാപാര കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏവങ്കേലിയോൻ വായിച്ച് കേൾപ്പിച്ചു. നമ്മളത് കേട്ടു. അത് കഴിയുമ്പോൾ ശുശ്രൂഷക്കാരൻ സൗമൻ കാലോസ് എന്ന് പറയും. സൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ നാം നല്ലവണ്ണം നിൽക്കണം. നാം നല്ലവണ്ണം നിൽക്കണം എന്ന് പറഞ്ഞാൽ അലസരായി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കോണം. കാരണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ നടക്കാൻ.
അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന് മുമ്പ് കർത്താവായ യേശുമിശിഹാ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു കാര്യം നമുക്കൊരു ഗീതത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യജമാനൻ അരകെട്ടി അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി യജമാനൻ വരുന്നുണ്ട്. ആ സമയത്ത് ഉണർന്നിരിക്കുന്നവർ മാത്രം ഭാഗ്യവാന്മാർ. അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ലൂക്കോസിന്റെ 12:47 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് നിർബന്ധത്തോടെ വായിക്കേണ്ട ഒരു വാക്യമാണ് 12:47-48. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസനെ വളരെ അടികൊള്ളും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ദാസന് വളരെ അടികൊള്ളും. അതുകൊണ്ടാണ് സൗമകാലോസ് പറയുന്നത് അവന് വളരെ അടികൊള്ളും. എന്റെ അർത്ഥമാക്കിയോ, അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അറിയാതെ തെറ്റ് ചെയ്തവന് കുറച്ചടിയേ കിട്ടത്തുള്ളൂ. പക്ഷേ അറിഞ്ഞിട്ട് പിന്നെ തെറ്റ് ചെയ്യുന്നവന് ഒരുപാട് അടി കിട്ടും. അവന് പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഭയങ്കരമായ അടി കിട്ടുന്ന ഒരു അവസരം നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സൗമകാലോസ് പറയുന്നത്. കാരണം നിങ്ങൾ കേട്ട് കഴിഞ്ഞു വചനം. ആ വചനം എന്താന്നാ പറഞ്ഞത്? ഭൂമി മുഴുവൻ നടന്നിട്ട് ആ വചനം എന്താന്നാ പറഞ്ഞത്? ഭൂമി മുഴുവൻ നടന്നിട്ട് ഇത് കൈക്കൊള്ളുന്നവർക്കൊക്കെയും സ്വർഗരാജ്യം മഹാഭാഗ്യമായി വരുന്നു എന്ന് പറഞ്ഞ വചനം ഇപ്പോൾ കർത്താവിന്റെ തിരുനാമിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്നിട്ട് ഇനി നിങ്ങൾ അത് അനുസരിക്കുന്നില്ല എങ്കിൽ വളരെ അടികൊള്ളുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി സൗമകാലോസ് എന്ന് പറയുമ്പോ നമ്മളെല്ലാവരും എന്താ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അത് കഴിഞ്ഞിട്ട് ധൂപം വെക്കുന്നേ. ഈ ധൂപം കുറ്റിയിലേക്ക് ധൂപം ഇടുന്നതിന് മുമ്പ്, കുന്തിരിക്ക് ഇടുന്നതിന് മുമ്പ് ഒരു ശുശ്രൂഷകൻ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് എന്നാ സൗമകാലോസ് പറഞ്ഞത്? സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, സംതിങ് സീരിയസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ ഗൗരവമുള്ള നടക്കാൻ പോകുന്നു. അതിനൊരു മുന്നറിയിപ്പായി സൗമകാലോസ് പറഞ്ഞു, നല്ലോണം നിന്നോട് എന്താ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം? ഒന്ന്, ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അഭിമന്യ പുരോഹിതന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. ധൂപക്കുറ്റിക്കകത്ത് കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. ഈ ധൂപക്കുറ്റി എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളതാണ്. ഇത് ഭൂമിയിൽ അതിന്റെ മാതൃകയാണുള്ളത്. ധൂപക്കുറ്റി സ്വർഗത്തിലുണ്ട്. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ഒരു പൊൻ ധൂപകലശത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ പ്രാർത്ഥനകൾ അത്രയും ഈ പൊൻധൂപകലശത്തിൽ ചെന്ന് വീഴും. അങ്ങനെ കുറെ ചെന്ന് വീണ് കഴിയുമ്പോൾ ആ പൊൻധൂപകലശത്തിലേക്ക് കർത്താവിന്റെ നാമമാകുന്ന ഒരു സുഗന്ധ ദ്രവ്യം കൂടി ഇട്ടുകൊടുക്കും. അതിന് കർത്താവിന്റെ നാമം ഈ വിശുദ്ധ ധൂപകലശത്തിലേക്ക് ചെന്ന് വീണ് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവിന്റെ നാമത്തോടു കൂടി ഉയർന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് വെളിപാട് 8:3-4 വായിച്ചു നോക്കിയേ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവനെ കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ധൂപവർഗത്തിലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടിയാണ്. അതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വ്രതമോട് നിന്നെ പ്രസവിച്ച മാതാവിനോട് കൂടിയും നീ അനുഗ്രഹിച്ച് നൽകിയ കള്ളനോട് കൂടിയും നിന്റെ ജന്മത്തെ പ്രസ്താവിച്ച പ്രവാചകന്മാരുടെ പ്രാർത്ഥനയോട് കൂടിയൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയോട് നീ അങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ധൂപവർഗത്തിലേക്ക് കർത്താവിന്റെ നാമം കൂടി ഇട്ട് കഴിയുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അങ്ങ് എടുക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അത് എത്തുമ്പോൾ അതിനനുസൃതമായിട്ട് നടപടികൾ അങ്ങ് ഉണ്ടാകുന്നു. ആ കുന്തിരിക്കം ഇവിടെ കുന്തിരിക്ക് ധൂപക്കുറ്റിയില് അല്ലെങ്കിൽ ഈ ധൂപക്കുറ്റി എന്ന് പറയുന്നത് പാപപരിഹാരത്തിന് വേണ്ടി വീശപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധൂപകലശം അല്ലെങ്കിൽ ധൂപം വീശുന്നു എന്ന് പറയുന്നത്. ഇത് സംഖ്യാപുസ്തകം 16:47-48 സംഖ്യാപുസ്തകം 16:47-48. മോശ കൽപ്പിച്ചതുപോലെ ആരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി
ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. ബാധ അടങ്ങിയത് ഈ ധൂപം കണ്ടപ്പോഴായിരുന്നു. സംഭവം എന്താണെന്നറിയാമല്ലോ, കോരപുത്രന്മാരെ ലഹളയുണ്ടാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കോപമുണ്ടായനുസരിച്ച് അവിശുദ്ധമായിട്ട് അർഹതയില്ലാത്തവർ ദൈവത്തിന്റെ സന്നിധിയിൽ ധൂപം കാട്ടിയപ്പോൾ ദൈവം കോപിച്ച് കോരപുത്രന്മാരെ 250 പേരെയും ഭൂമിക്ക് അടിയിലേക്ക് അങ്ങ് തള്ളിക്കൊണ്ട് കളഞ്ഞു. ഭൂമി അങ്ങ് ഒന്നായി ചേർന്നു, അവരില്ലാതെയായി. അത് കഴിഞ്ഞിട്ട് ദൈവത്തിനെതിരെ പിറുപിടുത്തവരുടെ മേൽ ബാധയുണ്ടായപ്പോൾ അഹ്റോനോട് മോശ പറഞ്ഞു, നീ ധൂപകലശം എടുത്തുകൊണ്ട് മരിച്ചവരുടെയും ജീവനുള്ളവരുടെ ഇടയിൽ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ബാധ പോലെ മരിച്ചവരുടെയും ജീവനോട് അവിടെ നിൽക്കുന്നവരുടെ ഇടയിൽ ധൂപകലശവുമായി അഹ്റോൻ നിന്നപ്പോൾ ദൈവത്തിന്റെ കോപം ശമിച്ച് അവരുടെ പാപത്തിന് പരിഹാരമായി ബാധ അവരിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അപ്പൊ ധൂപക്കുറ്റി നമ്മുടെ ഇടയിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇടയിൽ നിന്നും ദൈവത്തിന്റെ കോപത്താൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബാധകളെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ദൈവത്തിന് നാം ചെയ്ത പാപത്തിന്റെ ഫലമായി ദൈവത്തിന് നമ്മോടുള്ള വിരോധത്തെ, ദൈവത്തിന്റെ കോപത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് ധൂപം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ധൂപക്കുറ്റിക്ക് 2 തട്ടുകളുണ്ട്. അതിന്റെ മുകൾ തട്ട് സ്വർഗവും താഴത്തെ തട്ട് ഭൂമിയുമാകുന്നു. അതിനിടയിൽ കിടക്കുന്ന കരി പാപികളായ മനുഷ്യരാകുന്നു. ഈ കരി കത്തിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാലും അതിലിടുന്ന കുത്തിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിയാലും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നാം ഈ വിശുദ്ധ ഭയങ്കരമായ ഈ കുർബാനയുടെ മുമ്പാകെ പുരോഹിതന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നിങ്ങൾ അടക്കത്തോട് ഭയത്തോട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം ഇതിൽ നിന്ന് പുകയിനെ പുറത്തേക്ക് കൊണ്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാം ദൈവസന്നിധിയിലാണെന്ന പരിപൂർണ ബോധം നമുക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ജോർദാനിലേക്ക് നമ്മെ കൊണ്ടുപോവാണ്. പുരോഹിതൻ നെഞ്ചത്ത് ഒരു കൈ, ശുശ്രൂഷക്കാരൻ ഒരു കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ധൂപക്കുറ്റി ഇങ്ങനെ ഉയർത്തി പിടിച്ചു കൊടുക്കുമ്പോൾ അച്ഛന് അതിന്റെ 1ാമത്തെ ചങ്ങല പിടിച്ചുകൊണ്ട് ആദ്യം മുകൾ തട്ടിലും പിന്നെ കൊളുത്തിലും തൊട്ടിട്ട് ഒന്നാമത്തെ ചങ്ങലയിൽ 3ാമത് തൊട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഇവനെന്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗം തുറന്ന് തന്റെ പുത്രനെ സാക്ഷീകരിച്ച മേലുള്ള ഉയരങ്ങളിൽ ഇരിക്കുന്ന പിതാവ് പരിശുദ്ധൻ. ആബോ ആദീശു 1ാമത്തെ ചങ്ങല പിടിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇവന്റെ പ്രിയപുത്രൻ സാക്ഷീകരിച്ചിരിക്കുന്ന പിതാവ് പരിശുദ്ധൻ. 2ഉം 3ഉം ചങ്ങലകൾ ഒന്നിച്ചു പിടിക്കും. 2ഉം 3ഉം ചങ്ങലകൾ ഒന്നിച്ചു പിടിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2ഉം 3ഉം ചങ്ങലകൾ ഒന്നിച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു അല്ലെങ്കിൽ ബ്രോകാദീശു. 4ാമത്തെ ചങ്ങല പിടിച്ചുകൊണ്ട് റൂഹോ കാദീശു. ഇതിനെ പൂർണ്ണമാക്കുകയും നിവൃത്തിയാക്കുകയും ചെയ്യുന്നവനായ പരിശുദ്ധ റൂഹ, സകല കൂദാശകളെ പൂർത്തീകരിക്കുന്നവനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ. ഇവിടെ 3 പേരും ഒരുമിച്ച് ദൃശ്യമാകുകയാണ് നമുക്ക്. ഇവന്റെ പ്രിയപുത്രൻ അരളിക്കൊണ്ട് സ്വർഗം തുറന്നുകൊണ്ട് നിൽക്കുന്നതായ ദൈവം മുകളിൽ യോർദാൻ സ്നാപകന്റെ മുമ്പിൽ മനുഷ്യന് വേണ്ടി സ്നാനം ഏൽക്കുന്നതിന് വേണ്ടി വന്നവനായ പൗരോഹിത്യത്തെ മനുഷ്യനെ ലേവ്യ കുടുംബത്തിൽ നിന്ന് സ്വീകരിച്ച് സകലർക്ക് കൊടുക്കുന്നതിന് വേണ്ടി, സ്നാനം ഏൽക്കുന്നതിന് വേണ്ടി വന്നവനായ യേശു ക്രിസ്തു നദിയില് അവന് ആവസിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നവനായ പരിശുദ്ധാത്മാവ് അവനോട് ചേർന്ന് നിൽക്കുന്ന 3 ത്രിത്വങ്ങളെ ഒന്നിച്ച് കാണുന്നതായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നാം അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം വിശുദ്ധ ത്രിത്വം 3 ഒരുമിച്ച് വരികയാണ്. പിതാവ് ഉയരങ്ങൾ തുറന്നിട്ട് പറഞ്ഞു, ഇവരെന്റെ പ്രിയപുത്രനാകുന്നു എന്ന്. പുത്രൻ സ്നാപകന്റെ മുമ്പിൽ നദിയിൽ നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അതിലേക്ക് ആവസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ത്രിത്വത്തെ നാം ഒരുമിച്ച് ദർശിക്കുന്നത് കൊണ്ടാണ് സൗമൻകാലസ് പറഞ്ഞുകൊണ്ട് നാം അടക്കത്തോടെ നിൽക്കണമെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവായ യേശു മിശിഹായെ ധൂപമാക്കിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടിരുന്നു. അതുകൊണ്ട് ധൂപക്കുറ്റി കൊളുത്തിലിടുന്നത് വരെ ദേവാലയത്തിനുള്ളിൽ ഒരാളിനും ഇരിക്കാൻ അവകാശമില്ല. ധൂപക്കുറ്റി വീശിക്കൊണ്ട് മദ്ബഹായിൽ നിൽക്കുന്ന സമയത്തും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്തും ഏത് സമയത്തും ധൂപം ദേവാലയത്തിൽ നിൽക്കുമ്പോൾ വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് ധൂപക്കുറ്റി കൊളുത്തിലിടുന്ന സമയം വെച്ച് മറ്റെല്ലാ സമയവും നാം നിന്നുകൊണ്ടാണ് ആരാധനയിൽ പങ്കെടുക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. ആ സമയത്ത് ഇറങ്ങി വന്നു. മാമോദീസ അനുഭവിച്ചവർക്ക്, മാമോദീസ കൊണ്ടവർക്ക് മാത്രം ദേവാലയത്തിൽ ഇനി ഉള്ള സമയത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ആളുകൾ അല്ലാത്തവർ ആ സമയത്ത് ഇറങ്ങിപ്പോയിക്കോണമെന്നാണ് അതിനകത്തെ ചിട്ട, അതിനകത്തെ ക്രമം. മാമോദീസ അനുഭവിച്ചത്, അതായത് വടക്ക് വശത്ത് തെക്ക് വശത്തെ വായനയില് ആഹായ് ബാറക്കൂർ എന്ന് പറയുമ്പോൾ എന്റെ സഹോദരന്മാരെ എന്നാണ് വിളിക്കുന്നത്.
ഈ വചനം കേൾക്കുന്നവരൊക്കെ മത്സരന്മാരാണ്. എല്ലാ മനുഷ്യരും നമുക്ക് മത്സരന്മാരാണ്. പക്ഷേ മാമോദീസയുടെ റൂസ്മായാൽ മുദ്ര കുത്തപ്പെട്ട് സ്ത്രീത്വത്തോട് ചേർന്ന് കർത്താവിനെ ധരിച്ചിരിക്കുന്നവർക്ക് മാത്രമേ സഹോദരന്മാരാകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആഹായിമാരപ്പോൾ പറയുന്നത്, ഇപ്പോൾ സഹോദരന്മാരായവർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ കഴിയൂ, മാമോദീസായവർക്ക് മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പടിഞ്ഞാറെ നടക്കി വന്നിട്ട് ദൈവത്തിന്റെ അനുഗ്രഹവും സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമ്പോൾ നാം ഓർമ്മിക്കേണ്ട കാര്യം, വിശുദ്ധ ധൂപത്തെ അശുദ്ധമായി കൈകാര്യം ചെയ്ത കോരക്കും പുത്രന്മാരും ദൈവത്തിന്റെ കോപത്തിൽ മരിക്കുകയും ബാധയുണ്ടായി അനേകാര്യങ്ങൾ മരിക്കുകയും ചെയ്ത അവസ്ഥ വരാതെ, എന്റെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങൾ പീഡിതരായിരിക്കുന്നു, ആ പാപത്തിൽ നിന്ന് നിനക്കുണ്ടായ ക്രോധത്തെ ഈ വിശുദ്ധ ധൂപത്താൽ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ പരസ്യമായ കുർബാനയുടെ വിശുദ്ധമായ ഏറ്റവും അതിവിശുദ്ധമായ രംഗങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞിട്ട് നാം പാടുന്ന ഒരു ഗീതമുണ്ട്, യാചിക്കേണ്ടും സമയമിതാ സമയമാണ്, കരുണയുടെ സമയമാണ്, യാചിക്കേണ്ട സമയമാണ്, നമസ്കാരത്തിന്റെ സമയമാണ്. നാം നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നമസ്കാര ബലികളായി സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾ കരുണ ചെയ്യുന്ന സമയമാണ്. തമ്മിൽ നിരക്കുന്ന ഒരു സമയം, വിദൂരസ്ഥരായിരിക്കുന്ന മാലാഖമാര് വിദൂരങ്ങളിലായിരിക്കുന്ന ദൈവവും ദൈവത്തിന്റെ പുത്രനും സമീപസ്ഥന്മാരായി നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നാം ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയെ ശോശം ആഘോഷിക്കുന്ന സമയത്ത് ഏത് അവസ്ഥയിലാകുന്നു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ആരൊക്കെ നേരെ സന്നിഹിതരാകുന്നു? അന്നേരം നാം മാത്രമല്ല അവിടെയുള്ളത്. അവിടെ നാം നമ്മുടെ മുമ്പിൽ കാണുന്നതായ പുരോഹിതൻ മാത്രമല്ല അവിടെയുള്ളത്. അവിടെ നമ്മുടെ മുമ്പിൽ കാണുന്ന ശുശ്രൂഷകന്മാരോ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ജനമോ മാത്രമല്ല അവിടെയുള്ളത്. അവിടെ ഒരുപാട് പേർ അന്നേരം എത്തിച്ചേരുന്നുണ്ട്. ആരൊക്കെയാണ് എത്തിച്ചേരുന്നത് നോക്കുക. എബ്രായർ 12-18-29 വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് വേണ്ടിയും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ മക്കളും കൃത്യമായി മനസ്സിൽ വെച്ചിരിക്കേണ്ടതായ വാക്യങ്ങളാണിവ. എബ്രായർ ലേഖനം 12-18 മുതൽ 29 വരെ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘധമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും നിങ്ങൾ വന്നിരിക്കുന്നത്, നാം വന്നിരിക്കുന്നത് എവിടേക്കാണ്? ആ പർവ്വതത്തിൽ ഒരു മൃഗമെങ്കിലും തൊട്ടാലെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന ഭയങ്കരമായ, കാണാൻ പറ്റാത്ത ഭയങ്കരമായ ഭീതിജനകമായ കാഴ്ചയായിരുന്നു ദൈവത്തിന്റെ ദർശനം മോശമുണ്ടാക്കിയത്. ആ അവസ്ഥയിലേക്കല്ല നാം നിൽക്കുന്നത്. പിന്നെയോ നാം ദൈവത്തിന്റെ നഗരിയായ സിയോനിലേക്കും നാം വിശുദ്ധ കുർബാന ഇവിടെ ശോശപ്പ ഉയർത്തപ്പെടുന്ന അതേ അവസരത്തിൽ ആ പള്ളിയിൽ സന്നിഹിതരാകുന്ന ആളുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന്റെ വിശുദ്ധ നഗരിയായ സിയോനായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നാം കാണുന്നതായ വിശുദ്ധ ത്രോണോസ് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായ സിയോനായി മാറിക്കഴിഞ്ഞു. അവിടേക്ക് ആരൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നത് നോക്കിയേ, ഒന്നുകൂടെ വായിച്ചത്. അവിടേക്ക് ഇറങ്ങി വരുന്ന ആരൊക്കെയാണെന്ന്. ആ ദൈവത്തിന്റെ നഗരിയായ സിയോൻ മുതല്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. ഇപ്പോൾ ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലാണ് നാം നിൽക്കുന്നത്. അനേകായിരം ദൂതന്മാർ ഇപ്പോൾ മദ്ബഹായിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ അവിടെ ഉണ്ട്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരെന്ന് പറഞ്ഞിരുന്നാൽ ആരാണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവായ യേശു മിശിഹ ജനിച്ചപ്പോൾ ആ യേശു മിശിഹയെ വധിക്കേണ്ടതിന് വേറെ ശ്രമിച്ചിട്ട് അവനൊരു കള്ളത്തിൽ അവൻ പറഞ്ഞു, വിദ്വാന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവനെ കണ്ടിട്ട് വണങ്ങി വന്നിട്ട് എന്നോട് പറയണേ എവിടെ ഇരിക്കുന്നത്, എനിക്കും പോയി വണങ്ങാനാണ് കള്ളത്തിൽ പറഞ്ഞു. പക്ഷേ അവർ പോകുന്ന വഴിയിൽ ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു, മടങ്ങി ഹെരോദേസിനെ കാണാൻ പോകരുതെന്ന് പറഞ്ഞതിന് ഫലമായിട്ട് അവർ മറുപടിക്ക് പോയി
യേശു ഇവിടെ ജനിച്ചു എന്ന് അറിയാൻ കഴിയാത്തതിന്റെ കാരണം കൊണ്ട് ആ ദേശത്തുണ്ടായിരുന്ന 2 വയസ്സിൽ താഴെയുള്ള സകല ആൺപ്രജകളെയും കൊല്ലുവാൻ ഹെരോദാവ് കൽപ്പിച്ചനുസരിച്ച് ആ പ്രദേശത്തെ യെരൂശലേമിലുണ്ടായിരുന്ന ആൺപ്രജകൾ മുഴുവൻ കൊല ചെയ്യപ്പെട്ടു. ആ ആൺപ്രജകളെയാണ് രക്തത്താൽ മാമോദീസ മുങ്ങിയ ആദ്യജാതന്മാരുടെ സഭ എന്ന് പറയുന്നത്. ഇപ്പോൾ വിശുദ്ധ ദേവാലയത്തില് ഈ ലോകത്തിലെ ഏത് കോണില് ഏത് ദേവാലയത്തില് എവിടെ കുർബാന നടക്കുന്നുവോ അവിടെയൊക്കെയും ഇവരൊക്കെ എത്തും. അത് ദൈവത്തിന്റെ സിംഹാസനമായ സിയോൻ മലയാകുന്നു. അത് ദൈവത്തിന്റെ സ്വർഗമായി തീർന്ന യെരൂശലേം നഗരമാകുന്നു. അവിടെ അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം ഇറങ്ങി വന്നിട്ടുണ്ട്. ആദ്യജാതന്മാരുടെ സംഘം ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ദൈവമായ ന്യായാധിപതി, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. സിദ്ധന്മാരായ നീതിമാന്മാരായ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച രക്തസാക്ഷിത്വം വഹിച്ച് നീതിമാന്മാരായ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടായ ആളുകള്, മേലുള്ള ഉയരങ്ങളിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകൾ, അവരിപ്പോൾ അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സിദ്ധന്മാരായ ആളുകൾ, അതായത് ഇന്ത്യയിലെ ഏതൊരു പള്ളിയിൽ എവിടെ കുർബാന വെച്ചാലും തോമാസ് ലീഗ അവിടെ എത്തിയേ പറ്റത്തുള്ളൂ. അദ്ദേഹം നമുക്ക് വേണ്ടി അവിടെ രക്തസാക്ഷിത്വം വഹിച്ച നമ്മുടെ കാവൽ പിതാവാണ്. അവിടെ വിശുദ്ധ തോമാസ് ലീഗ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ പരിശുദ്ധന്മാരായ വഞ്ചിനിക്കര മോറാൻ ഏലിയാസ് പിന്നെ അതുപോലെയുള്ള സിദ്ധന്മാരായ ഭക്തസ്മൂനി മക്കളും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു അവിടെയുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ പുണ്യാഹരക്തം അവിടെയുണ്ട്. കർത്താവായ യേശു മിശിഹായുടെ രക്തത്തിന്റെ സാമീപ്യം അവിടെയുണ്ട്. പിന്നെയോ അടുക്കലേക്കാണ് നാം വന്നിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ദേവാലയം എന്നതിനെ അങ്ങോട്ട് മാറിയിട്ട് അത് ദൈവത്തിന്റെ സ്വർഗമായി മാറുന്നു. അവിടെ ന്യായാധിപതിയായ ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവത്തെ അവിടെ ന്യായീകരിച്ചിരിക്കുന്നത് ന്യായാധിപതിയായ ദൈവം എന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാം അവിടെ നിൽക്കുന്ന ആളുകളെ ഓരോരുത്തരെയും ശോധന ചെയ്യുന്നവനായ ഒരു ദൈവം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ ദൈവത്തോടൊപ്പം വേറെ ആദിജാതന്മാരുടെ സഭ മൊത്തമുണ്ട്. അനേക ദൂതന്മാരുടെ സംഘമുണ്ട്. അതുപോലെ തന്നെ കർത്താവായ യേശു മിശിഹ വന്നിട്ടുണ്ട്. ഹാബേലിന്റെ ദൈവത്തിന് സ്വീകൃതമായ ഹാബേലിന്റെ രക്തത്തെക്കാൾ വിലയേറിയ പുണ്യാഹരക്തമാകുന്ന കർത്താവിന്റെ രക്തത്തിന്റെ മധ്യസ്ഥതയിലാണ് നാം വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്നത്. ആ വിശുദ്ധ കുർബാന അങ്ങനെ ആ നിൽക്കുന്ന അവസരത്തിലായി ശോശപ്പ ഉയർത്തപ്പെടുന്നു. ശോശപ്പ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥന നടത്തിക്കൊണ്ട് പുരോഗതിനെ 2 കൈകളിലും ഇങ്ങനെ ഉയർത്തിയിട്ട് 3 പ്രാവശ്യം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. മുമ്പേ നമ്മൾ കണ്ടു തുപ്പടി ദർശനത്തെ പറ്റി. പത്രോസ് 3 പ്രാവശ്യം കണ്ടു. അതിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഇത് 3 പ്രാവശ്യം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. രണ്ടാമത് ഇത് ഹോറേബിലെ പാറയെ കാണിക്കുന്നു. ഈ ശോശപ്പ ഉയർത്തപ്പെട്ടാൽ അതിൽ 3 ചിത്രങ്ങൾ കാണുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ 3 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന്? നക്ഷത്രം, ശ്രീക, പ്രാവ്. ഇത് 3 കാണും. ഇത് നമ്മൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇത് 3 പ്രാവശ്യം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ശുദ്ധീകരിച്ചത് നീ അശുദ്ധീകരിക്കരുത് എന്ന് ദൈവം പത്രോസിനോട് കൽപ്പിച്ച തുപ്പടി ദർശനം. രണ്ടാമത് ഇത് ഹോറേബിലെ പാറയാകുന്നു. ഹോറേബിലെ പാറയുടെ പ്രത്യേകത എന്തായിരുന്നു? വെള്ളമില്ലാതെ ഞങ്ങൾ അലയുന്നു, ഞങ്ങൾ മരിച്ചു പോകുന്നു പറഞ്ഞുകൊണ്ട് മോശയ്ക്കെതിരെ ജനം പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, നീ ഹോറേബിലെ പാറമേൽ അടിക്കണം, അതിനു മുമ്പ് ഞാൻ അതിന്റെ മേൽ നിൽക്കും. ദൈവം നിന്നതായ പാറയാണ് ഹോറേബിലെ പാറ. പാറയാണ് ഈ ഉയർത്തപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവം നിൽക്കുന്നു എന്ന് നാം അറിയണം. മൂന്നാമത് കബറിങ്കിൽ നിന്ന് നീങ്ങിയ പാറ. കർത്താവായ യേശു മിശിഹ സംസ്കരിക്കപ്പെട്ടതിന് ശേഷം ഒരു വലിയ കല്ലുകൊണ്ട് അതിനെ അടച്ചിരുന്നു. ആ അടയ്ക്കപ്പെട്ടതായ കല്ല് നീങ്ങിയ പാറയാണ്. അതായത് മനുഷ്യന്റെ മരണത്തെ ജയിക്കുന്നതിന് വേണ്ടി, മനുഷ്യനെ മരണത്തിൽ നിന്നും നീക്കി ജീവനിലേക്ക് കടത്തേണ്ടതിന് വേണ്ടി മരണത്തെ ജയിച്ചവനായ കർത്താവ് അവനെ അടച്ചിരുന്നതായ മനുഷ്യനെ അടച്ചിരുന്നതായ കല്ല് നീക്കി, മുദ്രയ്ക്ക് കേടില്ലാതെ കല്ല് നീക്കി, മുദ്രയ്ക്ക് കേടില്ലാതെ കന്യകാവൃതത്തിന് കേടില്ലാതെ ജനിച്ചവനായ യേശു മുദ്രയ്ക്ക് കേടില്ലാതെ പാറയുടെ കല്ല് നീക്കി ഉയർത്തെഴുന്നേറ്റ് വന്ന സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി ശോശപ്പ ഉയർത്തുകയും ആ പാറ നീങ്ങിയപ്പോൾ കർത്താവ് മരിച്ചപ്പോഴുണ്ടായതായ ആ ഭൂമികൾക്കത്തെ കാണിക്കുന്നതിന് വേണ്ടി പുരോഗതിനെ കയ്യിൽ ഇട്ടിങ്ങനെ ഉറപ്പിക്കുകയും ചെയ്യും. ഈ ശോശപ്പ ഉയർപ്പ് മുതൽ കാസാവിലാസ ഉയർപ്പ് വരെയുള്ള ശുശ്രൂഷയ്ക്ക് അനപ്പോറ ശുശ്രൂഷ എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ 33 രഹസ്യ പ്രാർത്ഥനകളും 33 പരസ്യ പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളെ പറ്റി ഓരോന്നിനെ പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഒന്നറിയാം, അവിടെ ഒരു അറിയിപ്പുണ്ടാകും. ശോശപ്പ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അറിയിപ്പുണ്ടാകും. അനുഗ്രഹം നാം എല്ലാവരും ഭംഗിയോട് ഭയത്തോട് വെളുപ്പ്
എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും നിരപ്പിനും സമാധാനത്തിനും അണയ്ക്കപ്പെടുന്നതായ വിശുദ്ധ കുർബാനയാണ് ഇത് എന്ന് നമുക്ക് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നുണ്ട്. നാം ഓരോരുത്തരുടെയും നിരപ്പിനും സമാധാനത്തിനും വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത്. എന്താണ് നമ്മുടെ നിരപ്പ്? നമ്മുടെ പിതാവ് നടത്തിയതായ പാപത്തിന്റെ ഫലമായിട്ട് ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായ ആദത്തിന്റെ പിന്തലമുറക്കാരായി ആ പാപത്താൽ ജനിച്ചവരായ നമുക്ക് ദൈവത്തോടുണ്ടായ ആ കോപത്തിൽ നിന്ന് ദൈവത്തെ നമ്മോട് നിരപ്പിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചവനായ യേശു നടത്തിയ ബലിയാകുന്നു എന്നതിനാൽ ഇത് നമ്മുടെ നിരപ്പിനും സമാധാനത്തിനും വേണ്ടി അണയ്ക്കപ്പെടുന്നു. ഈ കുർബാന എന്തിനു വേണ്ടിയാണ് നടത്തപ്പെടുന്നത്? ഏദനിലെ പർദീസയിൽ നിന്ന് പുറത്താക്കിയതായ മനുഷ്യനെ വീണ്ടും ഏദനിലേക്ക് ആക്കുന്നതിന് വേണ്ടി ദൈവത്താൽ നടത്തപ്പെടുന്ന ബലിയാകയാൽ ഇത് നമ്മുടെ നിരപ്പിനും സമാധാനത്തിനും വേണ്ടി അണയ്ക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന നമ്മൾ എന്താ പറയുന്നത്? ഈ കുർബാന അനുഗ്രഹവും സമാധാനവും സ്തോത്രവും ബലിയും ആകുന്നു. നമ്മൾ പറയുന്നത് അനുഗ്രഹമാണ്. എങ്ങനെയാണ് ഇത് അനുഗ്രഹമാകുന്നത്? ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭ്യമാകുന്നു. എങ്ങനെയാണ് സമാധാനമാകുന്നത്? ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാക്കുവാൻ പുത്രൻ തമ്പുരാൻ കാൽവരിയിൽ മരിച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ബലിയാകുന്നത്? ആദ്യം മുതലുള്ള അഞ്ച് ബലികളെയും ഒന്നിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് ഇത് ഒരു ഏക ബലിയായി മാറി. അത് നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതിന് അനുമതി നൽകപ്പെടുന്ന ഒരു അവസ്ഥയുമായി മാറി. അങ്ങനെ ദൂരസ്ഥ സമീപസ്ഥരായി നാം ഒരു വലിയ സംഘം നമ്മുടെ സെമിത്തേരിയിൽ കർത്താവിന്റെ തിരുശരീരങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്ത് അടക്കം ചെയ്യപ്പെട്ട നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും ചേരുന്ന ഒരു സംഘം ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം നിൽക്കുമ്പോൾ ഒരറിയിപ്പുണ്ടാകുന്നു. ഈ സമയം നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ ദൈവമായ കർത്താവിങ്കൽ അവിടെ ഇരിക്കുന്നത് നമുക്ക് വേറെ ഒരു യാതൊരു ബോധവും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നാം നമ്മുടെ പാപത്തെ പറ്റി ബോധമുള്ളവരായിട്ട് പാപം പരിഹാരം ചെയ്ത് അതിനകത്ത് കടന്ന ഒരു നിമിഷം നിന്നു. അത് കഴിഞ്ഞ് ധൂപം നമ്മുടെ ഇടയിലേക്ക് വീശി വന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്നതായ സകല പാപങ്ങളെ വെടിപ്പാക്കിക്കൊണ്ട് നാം പൂർണ്ണമായും ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവിടുന്ന് വിളിച്ചു പറയുന്നു, ഈ സമയത്ത് നാം എല്ലാവരുടെയും ഹൃദയങ്ങളും ബോധങ്ങളും വിചാരങ്ങളും മേലുള്ള ഉയരങ്ങളിൽ മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന ഇടം മഹോന്നതങ്ങളിൽ. എന്തുകൊണ്ടാണ് മേലുള്ള ഉയരങ്ങളിൽ ആയിരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? സഹോദരന്മാരെ, പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഈ അപ്പത്തിന്മേൽ പൊരുന്നി വസിക്കുന്ന സമയമാകുന്നു ഇത്. വിശുദ്ധ ത്രിത്വത്തെ നമ്മൾ അവിടെ കണ്ടായിരുന്നു. സ്വർഗം തുറന്നിട്ട് ദൈവം പറഞ്ഞു, ഇവന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനായ ദൈവത്തെ കണ്ടു. നദിയിൽ നിൽക്കുന്നവനായ യേശുവിനെ നാം കണ്ടു. പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ നമ്മോടെ കണ്ടു. നമ്മവരെ ആരാധിച്ച് നാം അവരെ മനസ്സിൽ സങ്കല്പിച്ച് നമ്മളെ പൂർണ്ണമായി നമ്മുടെ മനസ്സിന്റെ ഭിത്തിയിൽ വരെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പരിശുദ്ധ റൂഹ ഇറങ്ങി ഈ വെച്ചിരിക്കുന്നതായ കാഴ്ചയപ്പത്തിന്മേൽ ആവസിച്ച് പൊരുന്നി ആവസിക്കുകയാണ്. പൊരുന്നുക എന്ന് പറഞ്ഞ അടയിരിക്കുക, അടയിരുന്നിട്ട് അതിനെ വിരിയിക്കുക. എന്താണ്? മുട്ട അങ്ങോട്ട് വെച്ചു, അതേ തൊട്ടാൽ അത് പൊട്ടിപ്പോകും. പക്ഷേ അതിന്റെ മേലെ ഒരു കോഴി അടയിരുന്നാൽ അത് പൊട്ടുന്നത് ഒരു ശിശുവിനെയും കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞിനെയും കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് മേലുള്ള ഉയരങ്ങളിൽ നിന്നും മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി, ദൈവത്തെ മനുഷ്യനോട് നിരപ്പാക്കുന്നതിന് വേണ്ടി തന്റെ ശരീരമാകുന്ന അപ്പത്തെ എടുത്തുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾ ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് ആരംഭിച്ചതായ വിശുദ്ധ കുർബാനയിൽ ഇവിടെ ഒരു അപ്പം വെച്ചിട്ടുണ്ട്. ആ അപ്പം ഇപ്പോൾ കർത്താവിന്റെ ശരീരമായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് അതിൽ ഇറങ്ങി പൊരുന്നി വസിച്ചേ പറ്റത്തുള്ളൂ. ഈ പൊരുന്നി വസിക്കുന്നതായ സമയം നാം എല്ലാവരും അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതായ സമയമാകുന്നു. പരിശുദ്ധാത്മാവ് അവിടെ ആവസിച്ചു കഴിഞ്ഞു. ആവസിച്ചു കഴിയുമ്പോൾ ആ ക്രോയത്വ ശുശ്രൂഷ അവസാനിക്കുന്നതായ പരിശുദ്ധാത്മാവ് അപ്പത്തിന്മേൽ ഇറങ്ങി അവിടെ ആവസിച്ചു. വീഞ്ഞിനെ രക്തമാക്കി മാറ്റി കഴിഞ്ഞു. അവിടെ എപ്പോൾ